ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു കപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുള്ള നമ്മൾ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് 5-6 മീഡിയം വലുപ്പത്തിലുള്ള സ്ട്രോബെറി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് നമുക്ക് പഞ്ചസാര മെൽറ്റായി വരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണിയാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം സോഡാ പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ മൈദയുടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തണുപ്പില്ലാത്ത മുട്ട വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മിക്സിയോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിതാ ഇതുപോലെ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഇല്ല കേട്ടോ. 4 ടീസ്പൂൺ നമ്മൾ പൊടിക്കുന്നതിന് മുമ്പ് തന്നെ മിക്സിയിലേക്ക് ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടാട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. നമ്മൾ പൊടി എടുത്തിട്ടുണ്ടല്ലോ, മൈദപ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ നമുക്കൊരു 1/4 കപ്പോളം ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വെനില എസൻസും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്ട്രോബെറി ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും നമ്മൾ മിക്സായി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പോളം പാലിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് ഒഴിക്കാതെ നമുക്ക് കുറച്ചായിട്ട് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പാലും തണുപ്പില്ലാതെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് പുറത്ത് വെക്കാനൊക്കെ മറന്നു വയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ, വേറെ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അത് ഇതുപോലെ നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ അറിയണമെന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്ന് ഓയിൽ നന്നായിട്ട് തേച്ചിട്ട് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തിട്ട് വെച്ചുള്ളത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കാണുമ്പോൾ മുഞ്ചില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി നന്നായിട്ട് പൊങ്ങി ഉള്ളൊക്കെ നന്നായിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുട്ടിക്ക് കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളിത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.